ഈ കാണുന്നതിനെയാണ് RJ45 എതർനെറ്റ് ലൈൻ കപ്ലർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന ലാൻ കേബിൾ, ഇത്തരത്തിലുള്ള ഈ ലാൻ കേബിൾ നമ്മൾ എവിടെയെങ്കിലും ഒരു അതായത് ഒരു കേബിൾ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് എത്താതെ വരികയാണ്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ദൂരത്തിലോട്ട് വേണം, പക്ഷേ നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോയി. അപ്പോൾ അത് നമുക്ക് ഈ മുഴുവൻ കേബിളും പിന്നീട് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. കാരണം വെച്ചാൽ അപ്പോൾ ഒരുപാട് കേബിൾ ചിലപ്പോൾ ആവും, അല്ലെങ്കിൽ അത് പിന്നെയും ഒരുപാട് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് അതിനെ ജോയിൻ്റ് ചെയ്ത്, അതായത് ഇതൊരു കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിഗ്നൽ ലോസ് കാര്യങ്ങളൊക്കെ വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെല്ലാം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒന്നാണ് ഈ ഒരു ലാൻ കപ്ലർ, അതായത് RJ45 ലൈൻ കപ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം. അതായത് ഇതിന് രണ്ട് സൈഡിലും ഇതുപോലെ പോർട്ടുണ്ട്. RJ45ൻ്റെ രണ്ട് പോർട്ടുണ്ട്. എതർനെറ്റ് കേബിൾ കൂട്ടാണ് രണ്ട് പോർട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് അധികം പണിയൊന്നുമില്ല. അതായത് അതിൻ്റെ ഒരു സൈഡിൽ അത് കണക്ട് ചെയ്യുക, അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ ഇത് ജസ്റ്റ് കണക്ഷൻ കൊടുക്കുക. അതായത് ഈ രണ്ട് സൈഡിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജോയിൻ്റായി. അതായത് സിഗ്നൽ ലോസ് അങ്ങനെ വരില്ല. അതായത് വളരെ കുറവ് സിഗ്നൽ ലോസ് ഉണ്ടാവുള്ളൂ. സിഗ്നൽ ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ ഒരു സിഗ്നൽ ലോസൊന്നും കാര്യങ്ങളൊന്നും ഈ ഒരു കപ്ലറിൽ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ നല്ലൊരു ഉപകരണമാണിത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കപ്ലറാണ്. കാരണം പലപ്പോഴും നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു TV അതിൽ കണക്ട് ചെയ്യാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ മോഡത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന വേറൊരു ലാപ്ടോപ്പിലൊക്കെ ഇത്തിരി ദൂരത്തിൽ കണക്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കേബിൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ISP തന്നേക്കുന്ന ഇതുപോലത്തെ ഉള്ള ഒരു സർവീസ് പ്രൊവൈഡർ തന്നിട്ടുള്ള ഒരു കേബിൾ ഉണ്ടാവും. പക്ഷേ അതിന് നീട്ടം കുറവായിരിക്കും. സോ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇതുപോലത്തെ ഒരു കേബിൾ കൂടി മേടിച്ചിട്ട് നമുക്ക് ഇതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ചില ഓഫീസുകളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആ ഒരു ഓഫീസിലൊക്കെ ഒരു ടേബിൾ കൊണ്ടിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കേബിൾ എത്താതെയായിട്ട് വരും. അപ്പോൾ അതിന് കേബിൾ വലിക്കുമ്പോൾ ചിലപ്പോൾ കേബിൾ അവിടെ ഉണ്ടാവും, കുറച്ച് കേബിൾ കൂടി ആവശ്യം വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കപ്ലർ വളരെ ഉപകാരപ്പെടും. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. അതായത് ഈ കേബിളിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഒരു കപ്ലർ പറയുന്നത്. അതുപോലെ തന്നെ CCTV ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഷോർട്ടേജ് കേബിൾ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, അവിടെ ഇങ്ങനത്തെ ഒരു കേബിൾ ഉണ്ടെങ്കിൽ ആ രണ്ട് കേബിൾ നമ്മൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ ബന്ധിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആമസോണിൽ നിന്നൊക്കെ മേടിക്കാനുള്ളത്. വളരെ നല്ലൊരു കപ്ലറാണിത്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ആവശ്യമുള്ളവരെല്ലാം ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ആമസോൺ ലിങ്ക് ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം.